നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് ആളുകൾ കാത്തിരുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ പലിശ ലഭിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ പുതിയതെടുക്കാം, നിലവിലുള്ള കാർഡിൽ എങ്ങനെ ആളുകളെ ചേർത്താം, മറ്റു കുടുംബങ്ങളെ എങ്ങനെ അതിൽ ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക. നമുക്കറിയാം, നമ്മുടെ കുടുംബ ചെലവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പെട്ടെന്ന് വരുന്ന ആശുപത്രി ചെലവുകൾ. പ്രതീക്ഷിക്കാതെ വരുന്ന ഇത്തരം ചെലവുകളായിരിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ബജറ്റിൽ താളം തെറ്റിക്കുന്നത്. ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ടായിരുന്നു സർക്കാർ ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി വന്നിരുന്നത്. തുടക്ക സമയത്ത് വളരെ കുറച്ച് ഹോസ്പിറ്റലുകൾ മാത്രമായിരുന്നു ഇതിൽ അംഗങ്ങളായിരുന്നത്. അതുകൊണ്ട് തന്നെ തുടങ്ങിയ സമയത്ത് പിന്നീട് അങ്ങോട്ട് ആളുകൾ ഈ കാർഡ് പുതുക്കാനും മറ്റു കാര്യങ്ങൾക്കും വിമുഖത കാണിച്ചു. പിന്നീട് നമ്മുടെ തൊട്ടടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലുകൾ ഇതിൽ ഭാഗമായതുകൊണ്ടാണ് പിന്നീട് ഈ ആളുകൾക്ക് ഈ കാർഡുകൾ കാത്തിരിക്കാൻ തുടങ്ങിയത്. എന്നാൽ അന്നെടുത്ത ആളുകൾക്ക് മാത്രമാണ് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. പിന്നീട് ഈ കാർഡ് പുതിയ ആളുകൾ ചേർക്കാനോ പുതുക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. പിന്നീട് ചെറിയ ചെറിയ അപ്ഡേഷനുകൾ മാത്രമാണ് ഈ കാർഡിൽ വന്നിരുന്നത്. ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ലഭിച്ചു. അങ്ങനെ കാർഡ് ലഭിച്ച വ്യക്തികളുടെ വീട്ടിൽ മറ്റു റേഷൻ കാർഡിൽ പേരുള്ള മറ്റു അംഗങ്ങളെ ഇതിൽ ചേർക്കാൻ സാധിച്ചു. അങ്ങനെ ചെറിയ ചെറിയ അപ്ഡേഷനുകൾ മാത്രമാണ് പിന്നീട് ഈ കാർഡിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ വന്നൊരു അപ്ഡേഷനായിരുന്നു 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കാർഡ് എടുക്കാമെന്നുള്ളത്. നിലവിൽ കാർഡില്ലാത്ത ആളുകൾക്കും വരുമാനമോ മറ്റു കാര്യങ്ങളോ നോക്കാതെ, അല്ലെങ്കിൽ അവരുടെ പേരിലുള്ള ഭൂമിയോ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിലൊരു അപ്ഡേഷൻ വന്നു. അന്ന് ഈ കാർഡ് എടുത്തിരുന്നെങ്കിലും പല ആളുകൾക്കും ഇതിൻ്റെ ഒരു ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നില്ല. ഹോസ്പിറ്റലിൽ ഈ കാർഡിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല. ഇപ്പോൾ ഈ കാർഡ് എടുത്ത എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇപ്പോഴും ഈ ഒരു കാർഡ് എടുക്കാം. നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽവാസികളിലോ ആയ ആളുകൾ 70 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർഡ് എടുക്കാം. അതിനവർക്ക് വേണ്ട പ്രൂഫ് എന്ന് പറയുന്നത് ആധാർ കാർഡാണ്. ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരികയും അവരവിടെ ഫിംഗർ പ്രിൻറ്റ് പതിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഈ കാർഡ് അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ ലഭിച്ചാൽ കഴിഞ്ഞാൽ അവർക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വരുന്ന ആളുകൾ ഈ കാർഡ് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഈ ആനുകൂല്യം വരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും എല്ലാ ആളുകളും ആധാർ കാർഡെല്ലാം റെഡിയാക്കി വെക്കുക. ഇങ്ങനെ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു